അത് അരച്ചു വെച്ച ചക്കയിലേക്ക് ഒഴിച്ചു. പിന്നെ ഒരു 1.5 കപ്പ് നാളികേരപ്പാലും ചേർത്തു. നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ്, ഞാൻ വാങ്ങിച്ച നാളികേരപ്പാലാണ് ചേർത്തത്. ഒരു 1.5-2 കപ്പ് നാളികേരപ്പാലും ചേർത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കും ജീരകവും കൂടി പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കാം. ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു അന്ന്, പിന്നെ അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു നെയ്യിൽ, അതൊക്കെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ ചെയ്തത്, നെയ്യിൽ നാളികേരക്കൊത്ത് വറുത്തിട്ട് ഈ പായസത്തിലേക്ക് ഇട്ടു. അപ്പോൾ അടിപൊളി പായസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചക്ക വരട്ടി ഒക്കെ എടുത്തിട്ട് ചക്ക പായസം വെക്കാനും എളുപ്പമാണ്. പക്ഷേ ചക്ക വരട്ടിയൊക്കെ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചക്ക പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ വീട്ടിൽ ചക്കച്ചോള കുറച്ചുണ്ടെങ്കിൽ